ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് സൗന്ദര്യ മത്സരത്തിലൊരു ടൈറ്റിൽ വിന്നറാണ്. കേരളത്തിന് വേണ്ടി മത്സരിച്ച് ജയിച്ച വ്യക്തിയാണ്. അതിലേക്ക് വരും മുൻപ് ഒരു ചെറിയ ഇടവേള. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണി അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ അതിഥി നമുക്കൊപ്പം ചേരുകയാണ്. മിസ് ക്വീൻ ഓഫ് ഇന്ത്യ 2025 മത്സരത്തിൽ കിരീടം നേടിയ കേരളത്തിന്റെ ശ്വേത ജയറാമാണ് ഇന്ന് നമുക്കൊപ്പം അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത്. സ്വാഗതം ശ്വേത ന്യൂസ് 3യിലേക്ക്. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. ഒപ്പം ഒരുപാട് വെല്ലുവിളികളൊക്കെ മറികടന്നാണ് ഈ ഒരു പട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത്, ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. എന്താണ് ആദ്യം ആ സന്തോഷം ഞങ്ങളോട് എങ്ങനെയാണ് പങ്കുവെക്കുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ന്യൂസ് 18 എന്നെ വിളിച്ചതിന്. ഡെഫിനറ്റ്ലി എൻ്റെ പാജൻ ജേർണി തുടങ്ങുന്നത് 2019 ആൻഡ് അത് കഴിഞ്ഞിട്ട് ഒരുപാടധികം പാജൻസ് ചെയ്തു. ഓരോ പ്രാവശ്യം പോകുമ്പോഴും നമുക്ക് ടൈറ്റിൽ കിട്ടും, നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും അല്ലേ, ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും. പക്ഷേ പല തവണയിൽ ഐ ഹവ് എൻജോയ്ഡ് ഫെയിലിയർ. പക്ഷേ ഫൈനലി നമുക്കൊരു നാഷണൽ പാജൻറ്റിൽ കേരളത്തെ റെപ്രസെൻറ്റ് ചെയ്ത് ടൈറ്റിൽ കേരളത്തിൽ കൊണ്ടുവരാൻ പറ്റിയെന്ന് പറഞ്ഞതിൽ വളരെയധികം സന്തോഷം. ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് ഇനി അങ്ങോട്ട് ഇന്ത്യനെ റെപ്രസെൻറ്റ് ചെയ്ത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് തന്നെ വരും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ ശ്വേത, ഈ മിസ് ക്വീൻ ഓഫ് ഇന്ത്യ 2025 ഇതിലേക്ക് വന്ന ശ്വേത തന്നെ പറഞ്ഞു, ഒരുപാട് കടമ്പകൾ കടന്നിട്ടാണ് ഇതിലേക്ക് എത്തിയതും ഇതിൻ്റെ വിന്നറായതും. ഒരു ടൈറ്റിൽ സ്വന്തമാക്കുക എന്ന് പറഞ്ഞാൽ ആ ജേർണി അത്രത്തോളം ബുദ്ധിമുട്ടുള്ളതാണ് എന്ന് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത് നിൽക്കുന്നവർക്ക് അറിയാൻ സാധിക്കും. എങ്കിലും ഈ യാത്രയെക്കുറിച്ച് പറയുമ്പോൾ എങ്ങനെയാണ് അതൊന്ന് വിശദമായിട്ട് പറയാമോ? എത്രാമത്തെ വയസ്സിലാണ് ഈ ഒരു രംഗത്തേക്ക് എത്തിയത്? ആരൊക്കെയാണ് സപ്പോർട്ട് ചെയ്തത്? പറയൂ. ഞാൻ 18 വയസ്സിലാണ് എൻ്റെ ആദ്യത്തെ പാജന്റ് ചെയ്യുന്നത്, 2019. ആ സമയത്ത് ഈ പറഞ്ഞ പോലെ മിസ് സൗത്ത് ഇന്ത്യ, മിസ് ക്വീൻ ഓഫ് ഇന്ത്യ ഒക്കെ യൂട്യൂബിൽ കണ്ട് എനിക്ക് അറിയാം, ഇങ്ങനത്തെ പാജൻസ് ഉണ്ടെന്ന് അറിയാം. പക്ഷെ അതിലേക്ക് എങ്ങനെ എത്തിപ്പെടേണ്ടതെന്നുള്ളൊരു ഐഡിയ ഇല്ലായിരുന്നു. അന്നാണെങ്കിൽ ഈ പറഞ്ഞ പോലെ പാജൻസിന് പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനത്തെ ഗ്രൂമിങ് സ്കൂൾസ് ഉണ്ട്, അതിനെപ്പറ്റി ഒന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷേ ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു, അതിനുള്ള കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഫസ്റ്റ് അപ്ലൈ ചെയ്ത് പോയത്. ഓരോ പാജന്റിന് പോകുമ്പോഴും നമുക്ക് ഓരോ തവണ കിട്ടാതിരിക്കുമ്പോഴും ജഡ്ജസിൻ്റെ അടുത്ത് പോയി ചോദിക്കുക എന്തുകൊണ്ടാണ് കിട്ടാത്തത്, അല്ലെങ്കിൽ നമ്മൾ തന്നെ സ്വയമായിട്ട് ഒബ്സർവ് ചെയ്യുക. അങ്ങനെയാണ് കുറേ പഠിച്ചത്. എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് സിസ്റ്റം എൻ്റെ ഫാമിലിയാണ്. മൈ മോം ആൻഡ് ഡാഡ്, എൻ്റെ ചേച്ചി, എൻ്റെ അമ്മൂമ്മ, ഇവരെല്ലാവരും ഫ്രം ഡേ 1 എനിക്ക് ഓരോ തവണ പോകുമ്പോഴും സാരില്ല കിട്ടിയില്ലെങ്കിൽ നെക്സ്റ്റ് ടൈം പോവാം എന്ന് പറഞ്ഞിട്ട് എന്നെ അത്രയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഒരു ഫീൽഡിനെ പറ്റി ഒരുപാട് പേർക്ക് അറിയില്ല. കാരണം മോഡലിംഗ് അല്ലെങ്കിൽ പാജൻട്രി എന്നൊക്കെ പറയുമ്പോൾ എല്ലാ പേരൻസിനും ഭയങ്കര ഒരു ടെൻഷനാണ്. ഓക്കെ, ഇത് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. പക്ഷെ അവർക്ക് ആ ടെൻഷൻ ഉണ്ടായിട്ട് പോലും എന്നെ കോൺസ്റ്റന്റ്ലി, ഇന്നും ഇപ്പം എൻ്റെ ഇന്റർവ്യൂവിന് അവർ കൂടെ വന്നിട്ടുണ്ട്. സോ അത്രയ്ക്കധികം എനിക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ളത് എൻ്റെ ഫാമിലി തന്നെയാണ്, എൻ്റെ ഫ്രണ്ട്സ്. ആൻഡ് ഓരോ പാജന്റ് കഴിയുമ്പോൾ ഓക്കെ നമുക്ക് നെക്സ്റ്റ് ടൈം ക്രൗൺ കിട്ടണം എന്നുള്ളൊരു സപ്പോർട്ട് എനിക്ക് അവർ തന്നെയാണ് തന്നത്. ഓക്കെ, നമ്മൾ ഈ സൗന്ദര്യ മത്സരങ്ങളെക്കുറിച്ച് മനസ്സിൽ ചിന്തിക്കുമ്പോൾ ഇപ്പോൾ താങ്കൾ അണിഞ്ഞിരിക്കുന്നത് പോലെ ക്രൗൺ വെയിലൊക്കെ അണിഞ്ഞിട്ടുള്ള ആ വേദിയിൽ നിൽക്കുന്നതിന് തൊട്ട് മുൻപുള്ള ഒരു നിമിഷമുണ്ടല്ലോ, അതായത് ഇതാരാണ് ഇതിൻ്റെ വിന്നർ എന്ന് അനൗൺസ് ചെയ്യുന്ന ഒരു നിമിഷം, അത് എനിക്കാണോ എന്ന അത്ഭുതപ്പെടുന്ന ആ ഒരു നിമിഷം, അത് നമ്മളെപ്പോഴും കാണാറുണ്ട് ഓരോ സൗന്ദര്യ മത്സരത്തിലും. അപ്പോൾ ഇത്തവണ മിസ് ക്വീൻ ഓഫ് ഇന്ത്യ 2025 ഫൈനൽ വേദിയിൽ നിൽക്കുമ്പോൾ ആ ഒരു നിമിഷം അതും ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാമോ? പ്രതീക്ഷിച്ചിരുന്നോ അവസാന നിമിഷം വരെയും എനിക്ക് തന്നെ ആയിരിക്കും അല്ലെങ്കിൽ ഞാനായിരിക്കും ഇതിൻ്റെ വിന്നർ? പ്രത്യേകിച്ച് കേരളത്തെ പ്രതിനിധീകരിച്ചു പോയതാണ്.
സത്യം പറഞ്ഞാൽ എക്സ്പെക്റ്റഡ് ആയിരുന്നില്ല. ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ബാക്ക് സ്റ്റേജിൽ ഇരിക്കുമ്പോഴും സാധാരണ നമുക്ക് പാജൻസിന് പോകുമ്പോൾ ബാക്ക് സ്റ്റേജിൽ നമ്മുടെ കോ കണ്ടസ്റ്റൻസ് ഒക്കെ പറയും, ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കും എന്നൊക്കെ പറയും. പക്ഷേ ഇപ്രാവശ്യം ആരും ഒന്നും പറഞ്ഞില്ല. അപ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, അയ്യോ നമുക്കായിരിക്കുമോ, ഇനി പിന്നെയും നമുക്ക് കിട്ടാണ്ട് പോകുമെന്നോ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ആ സെക്കൻഡ് റണ്ണറപ്പും ഫസ്റ്റ് റണ്ണറപ്പും കൂടി വിളിച്ച് കഴിഞ്ഞപ്പോഴാണ് ഓക്കെ മേ ബി ദിസ് ഇസ് ഫോർ മീ തവണ എന്നുള്ളൊരു ആ മൊമെന്റ് ആണ് ബേസിക്കലി റിയലൈസ് ചെയ്ത്. ആൻഡ് ആ പേര് വിളിച്ചപ്പോൾ ഐ വാസ് ലൈക്ക്, എനിക്ക് ഭയങ്കര ഒരു ഇമോഷണൽ മൊമെന്റ് ആയിരുന്നു. കാരണം നമുക്ക് ഇത്രയും നാൾ നമ്മൾ എഫേർട്ട് എടുത്ത ജേർണി ഒക്കെ നമ്മുടെ കൺമുന്നിൽ വരികയായിരുന്നു. ആൻഡ് അത്രയും വലിയൊരു വേദിയിൽ ക്രൗൺ അണിയാൻ പറ്റിയത് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ മൊമെന്റ് ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ ശ്വേത, ഈ ഒരു പാജൻറ്റിലെ ഏറ്റവും നല്ല മൊമെൻ്റ് ഇത് തന്നെയായിരിക്കും എന്ന് മനസ്സിലാവുന്നു. എങ്കിലും കുറച്ച് ഇതിന് സൗന്ദര്യം മാത്രം പോലെ ബുദ്ധി വേണം, നമ്മളെപ്പോഴും പറയുന്നത് പോലെ ആറ്റിറ്റ്യൂഡ് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും കണ്ണിങ് ആയി അല്ലെങ്കിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റേജ്, അത് ആ നിമിഷം അതെങ്ങനെയായിരുന്നു, എന്തിനെക്കുറിച്ചായിരുന്നു സംസാരിച്ചത്, പാജൻറ്റിനെ കുറിച്ചൊന്ന് വിശദമായിട്ട് പറയാമോ? ഓക്കെ, നമുക്ക് ഡെഫിനറ്റ്ലി മോഡലിങ്ങും പാജൻസിനെയും വ്യത്യസ്തപ്പെടുത്തുന്നത് ഇത് തന്നെയാണ്. പാജൻസിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ആൻസർ റൗണ്ട് ഉണ്ടാവും അല്ലേ. നമുക്ക് ആ നിമിഷം നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് എന്ത് ക്വസ്റ്റ്യൻ അവർ ചോദിക്കാൻ പോകണമെന്ന് അറിയില്ല. നമ്മൾ എല്ലാത്തിനെയും പറ്റിയും അറിഞ്ഞിരിക്കണം, നമ്മുടെ സ്റ്റേറ്റിനെ പറ്റി, ഇന്ത്യനെ പറ്റി, നമ്മളെ പറ്റി എന്ത് വേണമെങ്കിൽ ചോദിക്കാം. സോ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ, എൻ്റെ കൂടെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഈ പാജൻറ്റിന് മത്സരിക്കുകയാണെങ്കിൽ ഞാൻ ആ ഫ്രണ്ട്ഷിപ്പും ആ കോമ്പറ്റീഷൻ എങ്ങനെ ബാലൻസ് ഔട്ട് ചെയ്യും എന്നുള്ളതാണ്. കഴിഞ്ഞ കൊല്ലത്തെ വിന്നർ ഹർഷ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഞങ്ങൾ പാജൻറ്റ് തുടങ്ങുന്നതിന് മുന്നേ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയ ആൾക്കാരാണ്. ഞങ്ങൾ ഒരുമിച്ച് കമ്പീറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന് മുന്നേ. പക്ഷെ അപ്പോഴും ആ സൗഹൃദം അത്രയ്ക്കധികം അത് മെയിൻറ്റെയിൻ ആയി എന്നുള്ളതാണ് എൻ്റെയും ഹർഷയുടെയും ഏറ്റവും വലിയ വിജയം ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ആ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ എനിക്ക് പെർഫെക്റ്റ് ആയിട്ട്, അതായത് എനിക്ക് വേണ്ടി ഒരു ക്വസ്റ്റ്യൻ വന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ആൻഡ് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ആൻസർ റൗണ്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ അവർ നമ്മൾ എങ്ങനെ സംസാരിക്കുന്നു എന്നുള്ളതിലുപരി നമ്മുടെ തോട്ട് പ്രോസസ്സ് എന്താണ്, നമ്മൾ നാളെ ഒരു റോൾ മോഡൽ ആവുകയാണെങ്കിൽ നമ്മൾക്ക് എന്താണ് ലോകത്തോട് പറയാനുള്ളത്, നമ്മളത് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ജയിച്ചു കഴിഞ്ഞിട്ടും ഇപ്പോൾ ഇവിടെ വന്ന് സംസാരിക്കുകയാണല്ലേ ചെയ്യണം, ഞാനൊരു റാമ്പ് വാക്ക് ചെയ്യല്ല, ഞാനൊരു സംസാരിക്കുകയാണ് ചെയ്യണത്. സോ അതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ആ ക്വസ്റ്റ്യൻ ആൻസർ റൗണ്ടിൽ വരുന്നതും. ആൻഡ് ആ സമയത്ത് എനിക്ക് എൻ്റെ ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയും എൻ്റെ കോമ്പറ്റീഷനെ പറ്റിയും പറയാൻ പറ്റിയത് ഭയങ്കര ഒരു ഭാഗ്യമായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, മുൻപുണ്ടായിരുന്ന മത്സരങ്ങളെ ഒന്ന് ഓർത്തെടുക്കുമ്പോൾ നമ്മൾ സന്തോഷം വരുമ്പോൾ സങ്കടത്തെക്കുറിച്ച് ഓർക്കാറില്ല, എങ്കിലും ആ ഒരു പടവുകളെക്കുറിച്ച് സംസാരിച്ചത് കൊണ്ട് അതിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നതാണ്. നമ്മൾ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ബാക്ക് സ്റ്റേജിൽ നിങ്ങൾക്കായിരിക്കും കേട്ട ശ്വേത എന്ന് പലരും പറഞ്ഞ് നമ്മളൊന്ന് മനസ്സിൽ ഉറപ്പിച്ച് നിൽക്കുന്ന സമയത്ത് ഫൈനൽ നമ്മളല്ല എന്നറിയുന്ന ഒരു നിമിഷമുണ്ടല്ലോ, അത് നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു ദുഃഖത്തിലായിരിക്കും. പക്ഷേ നമുക്കത് പ്രകടിപ്പിക്കാൻ ആ സമയത്ത് പറ്റുകയുമില്ല. നമ്മൾ ഒരു ചിരിയോടെ ആയിരിക്കും അവിടെ നിൽക്കുന്ന, ആ ചിരി അവസാനം വരെ നമ്മൾ കൊണ്ടുപോവുകയും ചെയ്യും. ആ നിമിഷങ്ങളെക്കുറിച്ച് ഓർത്താൽ ഏതൊക്കെയായിരുന്നു അങ്ങനെ കൈവിട്ടു പോയ അല്ലെങ്കിൽ കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടമാവുക എന്നൊക്കെ പറയുന്ന അങ്ങനെയുള്ള മത്സരങ്ങളെക്കുറിച്ചൊന്ന് ഓർക്കാമോ? ഇതേ മിസ് ക്വീൻ ഓഫ് ഇന്ത്യ 2022 ഞാൻ ഫൈനലിസ്റ്റ് ആയിരുന്നു. ഇതേപോലെ ബാക്ക് സ്റ്റേജിൽ പോയപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ കോ കണ്ടസ്റ്റൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നു ശ്വേതയ്ക്കായിരിക്കും ഇപ്രാവശ്യം ക്രൗൺ എന്നൊക്കെ. ഓഡിയൻസിലിരുന്ന് എൻ്റെ അമ്മയും എൻ്റെ ഫ്രണ്ടാണെങ്കിലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കിട്ടും എന്നുള്ളത്. പക്ഷെ അന്ന് ഇതേപോലെ എനിക്ക് ടോപ്പ് 3 വരാൻ പറ്റിയില്ല. അന്ന് പക്ഷെ ഞാൻ എൻ്റെ കൂടെ ജയിച്ചവർക്ക് അത്രയ്ക്കധികം സന്തോഷിച്ച് കൈയടിച്ചുള്ളൊരു വ്യക്തിയാണ്. കാരണം പാജൻസ് എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമാണ്, നമുക്ക് ആ ഒരു ദിവസത്തിൻ്റെ ലക്ക്, അതായത് നമ്മൾ ഹാർഡ് വർക്ക് ഡെഫിനറ്റ്ലി ഉണ്ട്, പക്ഷെ ആ ഒരു ദിവസം നമ്മുടെ ഒരു ലക്ക് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം നമുക്ക് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതേ പാജൻറ്റ് 3 കൊല്ലം മുന്നേ ഞാൻ അതേ സ്റ്റേജിൽ നിന്നിട്ട് എനിക്ക് കിട്ടാതെ വന്ന് പോയിട്ടുണ്ട്. അത് അപ്പം നമ്മൾ ചിലപ്പോൾ കരയിലായിരിക്കും, പക്ഷെ വീട്ടിലൊക്കെ പോയിട്ട് നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും, എന്തുകൊണ്ടാണ് ഇത്ര അടുത്തെത്തിയിട്ട് നമുക്കത് കിട്ടാത്തതെന്ന് ഒരുപാട് പ്രാവശ്യം ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്നോട് തന്നെ. പക്ഷെ അതിനൊക്കെ ഉള്ളൊരു ഉത്തരമായിട്ട് എനിക്ക് തോന്നുന്നു, പറയാറില്ലേ നമ്മൾക്ക് ഒരു സാധനം കിട്ടിയില്ലെങ്കിൽ എന്തോ ബെറ്റർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്കത് കിട്ടാത്തതെന്ന് പറയാറുണ്ട്. സോ മേ ബി അതുപോലെ ആയിരിക്കാം ദൈവം എനിക്ക് ഇതേ ഒരു ടൈറ്റിൽ തരാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്നത്. ഓക്കെ, ശ്വേത സംസാരിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചത്, നമ്മൾ ചില ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മളോട് ടീച്ചർമാർ അല്ലെങ്കിൽ നമ്മുടെ അധ്യാപകർ പറഞ്ഞു തരുന്നത് പോലെ ഓരോ വാക്കിനും ഇടയിൽ അല്ലേ അങ്ങനെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ആ സംസാരം അതൊരു ടീച്ചറുടേത് കൂടിയാണ്. അപ്പോൾ പ്രേക്ഷകർക്ക് അറിയാത്ത എനിക്കറിയാവുന്ന ആ കാര്യത്തിലേക്കാണ് ഞാൻ വരുന്നത്. ഒരുപാട് പേരുടെ ടീച്ചറാകുന്നുണ്ട്, മോഡലിങ്ങിലാണെങ്കിലും ഇതുപോലെ പാജൻറ്റുകൾ അറ്റൻഡ് ചെയ്യാനൊക്കെ ആണെങ്കിലും ഒരുപാട് സ്റ്റുഡൻസ് ഉള്ള ഒരു ടീച്ചറാണ്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു രംഗത്തേക്ക് വന്നത്? എനിക്കറിയുന്ന കാര്യങ്ങൾ അവർക്കും പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ എക്സ്പീരിയൻസ്, ഈ ചെറിയ പ്രായത്തിനിടയിൽ ആ എക്സ്പീരിയൻസ് ഉണ്ട്, ആ ഒരു കോൺഫിഡൻസ് ഒക്കെ എങ്ങനെയാണ് കിട്ടിയത്? അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാമോ?
കഴിഞ്ഞ കൊല്ലം ഞാൻ മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് തിരിച്ച് കൊച്ചിയിലേക്ക് വന്നപ്പോൾ പണ്ടോട്ട് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, നോക്കി നമുക്ക് കുറച്ച് അറിയാം, അപ്പോൾ നമുക്കത് എക്സ്പീരിയൻസ് ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. കാരണം ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരുന്നവർക്ക് പലർക്കും ഇത് എന്താണെന്ന് അറിയില്ല, അല്ലെങ്കിൽ ക്വസ്റ്റൻ ആൻസർ എങ്ങനെ നമുക്കൊരു ആൻസർ പറയാൻ പറ്റും, അല്ലെങ്കിൽ ആ ഒരു ആൻസർ എങ്ങനെ വിന്നിങ് ആൻസർ ആക്കാൻ പറ്റും എന്നുള്ള ഡൗട്ട് ഒരുപാട് പേർക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാൻ വെറുതെ ഒരു ഹോബി അല്ലെങ്കിൽ പാഷൻ്റെ പുറത്ത് തുടങ്ങിയതാണ് എൻ്റെ ഓൺ അക്കാഡമി കോൾ സെറ്റ് ദ സ്റ്റേജ്. ഇപ്പോൾ ഒരു കൊല്ലമായി, അത് കഴിഞ്ഞ കൊല്ലമാണ് 1 year ആയത്. കഴിഞ്ഞ വീക്കാണ് 1 year ആയത്. സോ ആക്ച്വലി അത് തുടങ്ങിയ സമയത്ത് ഞാൻ ഇത്രയ്ക്കധികം സ്റ്റുഡൻസ് വരുന്നോ അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള ആൾക്കാർ അതിലേക്ക് വരും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. എനിക്ക് UK, US, അയർലൻഡ്, കാനഡ, നേപ്പാൾ അങ്ങനത്തെ കുറേ കൺട്രീസിൽ നിന്നുള്ള സ്റ്റുഡൻസ് എനിക്ക് വന്നു. നമ്മുടെ മലയാളികൾ തന്നെ അവിടെ വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, അവിടെ പഠിക്കുന്നവരായിക്കോട്ടെ, ഇതറിഞ്ഞ് ഞാൻ ബേസിക്കലി സോഷ്യൽ മീഡിയ ത്രൂ ആണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് പ്രൊമോട്ട് ചെയ്തത്. എൻ്റെ റീൽസ് ഇടുമായിരുന്നു, നമ്മൾ എങ്ങനെയാണ് ഒരു ആൻസർ പറയുക, അതിലെങ്ങനെ നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റും എന്നൊക്കെയുള്ള റീൽസ് ഇട്ടിട്ട് അത് കണ്ടിട്ട് എനിക്ക് കുറേ സ്റ്റുഡൻസ് വരികയാണ് ചെയ്തത്. പക്ഷെ ആ ഒരു പ്രോസസ്സിൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോഴുണ്ടാവുന്ന ഒരു സന്തോഷം, നമ്മുടെ സ്റ്റുഡൻസ് ക്രൗൺ അണിയുമ്പോഴുള്ളൊരു സന്തോഷം, അത് വേറൊരു ലെവൽ സന്തോഷമാണ്. നമുക്ക് കിട്ടുന്നതിലും നമ്മൾ പഠിപ്പിച്ച ഒരാൾ, നമ്മൾ സപ്പോർട്ട് ചെയ്ത ഒരാൾക്ക് ആ ക്രൗൺ കിട്ടുക എന്ന് പറയുന്നത് വളരെ അത് അൺഎക്സ്പ്ലെയിനബിൾ ആയിട്ടൊരു ഫീലിംഗ് ആണ്. നമ്മുടെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് കുറച്ചുകൂടി അവർക്ക് എളുപ്പമാകുമെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് നമ്മുടെ വീഴ്ചകൾ അതൊരിക്കലും നമ്മുടെ കുട്ടികൾക്ക് വരരുത്, അല്ലെങ്കിൽ നമ്മളെ കേൾക്കുന്നവർക്ക് വരരുത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ വീഴ്ചകൾ അങ്ങനെ തന്നെ പറഞ്ഞു പോകാറുണ്ടോ ടീച്ചർ എന്ന നിലയിൽ? ഡെഫിനറ്റ് ആയിട്ടും. കാരണം എപ്പോഴും ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് പറയുന്ന ഒരു കാര്യമാണ്, നമ്മളൊരു കോമ്പറ്റീഷന് പോകുമ്പോൾ ആർക്ക് വേണമെങ്കിലും ജയിക്കാം. സോ ആ ക്രൗൺ എന്നൊരു ഗോള് വെച്ച് പോകാതെ അവിടുന്ന് നമുക്ക് എന്ത് എക്സ്പീരിയൻസ് നേടാൻ പറ്റും. കാരണം ഇന്നത്തെ കാലത്ത് നമുക്ക് സോഷ്യൽ മീഡിയ ഉണ്ട്. അപ്പം നമ്മളൊരു പരിപാടിക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ജയിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ സോഷ്യൽ മീഡിയ ത്രൂ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാം, നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു കോസിനെ പറ്റി സംസാരിക്കാം. സോ അവിടെ പോകുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനായിട്ട് മാത്രം നോക്കുക, ആ സ്റ്റേജിൽ നമ്മുടെ ബെസ്റ്റ് കൊടുക്കാൻ നോക്കുക. ക്രൗൺ ഉണ്ടോ ഇല്ലയോ അത് സെക്കൻഡറി ആണ്. ഒരു ക്രൗൺ അല്ല നമ്മുടെ വേർത്തിനെ ലൈഫിൽ ഡിസൈഡ് ചെയ്യുന്നത്. നമ്മൾ എന്താണോ, നമ്മൾ ആ വേർത്തി ആണെങ്കിൽ ആ ക്രൗൺ നമ്മളെ തേടി എന്തായാലും വരും. പക്ഷേ ക്രൗൺ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ലൈഫിലൊന്നും നേടാൻ പറ്റില്ല എന്ന് ഒരിക്കലും ഞാൻ വിശ്വസിക്കാറില്ല. സോ എൻ്റെ സ്റ്റുഡൻസിനോടും പറയുന്ന ഒരു കാര്യമാണ്, കോമ്പറ്റീഷൻ ഇസ് എ കോമ്പറ്റീഷൻ. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഒരാൾക്കേ ക്രൗൺ കിട്ടുള്ളൂ. പക്ഷേ അവിടെ വരുന്ന എല്ലാവരും വേർതിയാണ്. ആ എക്സ്പീരിയൻസ് നമുക്ക് ലോകത്തോട് എന്ത് പറയാൻ പറ്റും? നമുക്കൊരു ശബ്ദവും ഒരു വേദിയും തന്നിരിക്കുകയാണ്. ആ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ 1 മിനിറ്റാണ് നമുക്ക് തരുന്നത്. ആ 1 മിനിറ്റിൽ ഇഫ് യു ക്യാൻ ചേഞ്ച് എ ലൈഫ്, ഒരാളെ ഇൻസ്പയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ദാറ്റ്സ് വേ മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ എ ക്രൗൺ. ഓക്കെ, നമ്മൾ എപ്പോഴും ഇങ്ങനെ ഒരാളെ കൈ കിട്ടുകയാണെങ്കിൽ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം ഒരു ക്ലീശേ ചോദ്യം, എന്താണ് ഈ സൗന്ദര്യത്തിൻ്റെ രഹസ്യം എന്നുള്ളതാണ്. അപ്പോൾ ഈ സൗന്ദര്യം എന്ന് പറയുന്നത് അത് കോഡ്സിലാണ്. കാരണം മുഖസൗന്ദര്യം മാത്രമല്ല, അല്ലെങ്കിൽ സ്കിന്നിൽ, അല്ലെങ്കിൽ നമ്മൾ ഈ പുറത്ത് കാണുന്ന സൗന്ദര്യം മാത്രമല്ല, അത് മനസ്സും എല്ലാം കൂടിയൊക്കെ വരുന്നതാണല്ലോ. എങ്ങനെയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇതെങ്ങനെയാണ് നിലനിർത്തി പോകുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്? ഈ രംഗത്തേക്ക് വരാനിരിക്കുന്നവർ ഈ ഷോ കാണുന്നുണ്ടെങ്കിൽ അവരോടൊക്കെ പറയാനുള്ളത് എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഫിസിക്കൽ ഗ്രൂമിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സൗന്ദര്യത്തിലുപരി നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത് നമ്മുടെ ബോഡിയിലായിരിക്കും. സോ ഫിറ്റ് ആയിട്ട് ഇരിക്കുക, നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, സ്കിന്നിനെ ടേക്ക് കെയർ ചെയ്യുക. കാരണം ഇപ്പം പാജൻസിലേക്ക് വരുന്ന മിക്കവരും മോഡലിങ്ങിലേക്കൊക്കെ പോകാൻ അല്ലെങ്കിൽ സിനിമയിലേക്കൊക്കെ പോകാൻ ആഗ്രഹമുള്ളവരാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് സ്കിൻ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സ്കിൻ കെയർ റൂട്ടീൻ ഫോളോ ചെയ്യുക, അതേപോലെ തന്നെ വെള്ളം കുടിക്കുക. മാക്സിമം ഞാൻ ചെയ്യാത്തൊരു കാര്യമാണ്, പക്ഷേ വെള്ളം കുടിക്കുക. പിന്നെന്താ പറയുക, നമ്മൾ മെൻ്റലി ഒരു പ്രിപ്പറേഷൻ ഉണ്ട്. ഒരു കോമ്പറ്റീഷന് പോകുമ്പോൾ ഒരു മെൻ്റലി നമ്മൾ സൗണ്ട് ആയിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദാറ്റ് നമ്മൾ അവിടെ പോകുമ്പോൾ ആ ഒരു പ്രഷറിൽ നമുക്ക് പനി വരാതെ, ചിലപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആവും, വയറൊക്കെ അപ്സെറ്റ് ആവും, അല്ലെങ്കിൽ ഹെൽത്ത് വൈസ് ഒരുപാട് ഇഷ്യൂസ് വരാൻ ചാൻസ് ഉള്ളൊരു ഇൻഡസ്ട്രിയും കൂടിയാണ്. കാരണം നമുക്ക് ഉറക്കവും ഫുഡൊക്കെ ടൈമിങ് ഭയങ്കര തെറ്റുന്നൊരു സംഭവമാണ്. സോ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക, ഇമ്മ്യൂണിറ്റി പ്രോപ്പറായിട്ട് നോക്കുക, ആൻഡ് ബി ഹെൽത്തി ആൻഡ് ഫോക്കസ് ഓൺ എന്താ പറയുക വർക്കിംഗ് ഔട്ട് എവറി ഡേ, അല്ലെങ്കിൽ ടേക്കിംഗ് കെയർ ഓഫ് യുവർ സ്കിൻ, ഈറ്റിംഗ് ഹെൽത്തി, ആൻഡ് മാക്സിമം നമ്മുടെ സറൗണ്ടിങ്ങിലുള്ള ആൾക്കാരെ പ്രോപ്പറായിട്ട് വയ്ക്കുക. അതായത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരായിട്ട് സറൗണ്ട് ചെയ്യുക. മാക്സിമം നെഗറ്റിവിറ്റി ഒക്കെ ഒഴിവാക്കിയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി നമുക്ക് ചുറ്റുമുണ്ടെങ്കിൽ എനിത്തിങ് ഇസ് പോസിബിൾ. ഓക്കെ, ഭക്ഷണമൊക്കെ എല്ലാം കഴിക്കുമോ? ഇപ്പോൾ ഈ ഡയറ്റിൻ്റെ കാര്യവും ഇപ്പം വർക്കൗട്ടിൻ്റെ കാര്യമൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയെങ്കിലും ഇഷ്ടമുള്ള ആഹാരമൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഡയറ്റൊക്കെയാണോ? കർശന ഡയറ്റ്, പിന്നെ വർക്കൗട്ടൊക്കെ കഠിനമായിട്ടുള്ള വർക്കൗട്ട് അങ്ങനെയൊക്കെയാണോ? ശ്വേതയുടെ ഒരു ദിവസം എങ്ങനെയാണ്?
അയ്യോ ഒരിക്കലും അല്ല. ഞാൻ ഇപ്പോൾ വെയിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും ഡയറ്റ് ഫോളോ ചെയ്യണമെങ്കിലേ ഉള്ളൂ. പക്ഷെ അങ്ങനെ എല്ലാ ഭക്ഷണവും ഒന്നും മാറ്റി നിർത്താറില്ല. പക്ഷെ കോമ്പറ്റീഷന് പോകുന്നതിന് മുന്നേ മാക്സിമം ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ ഒഴിവാക്കാൻ നോക്കാറുണ്ട്. അതേപോലെ കുറേ വെള്ളം കുടിക്കാൻ നോക്കാറുണ്ട്. സ്കിൻ ഭയങ്കരമായിട്ട് ഗ്ലോ ചെയ്യും. പിന്നെ കോമ്പറ്റീഷൻ്റെ സമയത്ത് പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കാൻ നോക്കാറുണ്ട്. കാരണം അതാണ് എനിക്ക് തോന്നുന്നു കുറേ പേര് ചെയ്യുന്നൊരു തെറ്റെന്ന് വെച്ചാൽ ഡയറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒന്നും കഴിക്കാതെ ആ ഒരു സമയം ഇരിക്കുമ്പോൾ പിന്നെ അവസാനം ആകുമ്പോഴത്തേക്ക് നമ്മുടെ എനർജി മൊത്തം പോകും. സോ അങ്ങനെ കർശനമായിട്ട് ഡയറ്റ് ഒന്നും ഫോളോ ചെയ്യാറില്ല. മാക്സിമം വീട്ടിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാറുണ്ട്. ഇഷ്ടമുള്ളപ്പോൾ പുറത്തുള്ള ഭക്ഷണം കഴിക്കാറുണ്ട്. ബിക്കോസ് ലൈഫിലെല്ലാം വേണമല്ലോ, നമ്മളൊരു ഗോൾ ഉണ്ടെങ്കിലും ബാക്കിയെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ നേരത്തെ സൗന്ദര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതൊരു കോട്സിലാണ് ഉള്ളത് എന്ന് പറഞ്ഞതിന് ശേഷം പറഞ്ഞൊരു വാക്ക് മനസ്സിൻ്റെ സൗന്ദര്യം എന്നുകൂടിയാണ്. അപ്പോൾ അതുകൂടി ശ്വേതയുടെ കാര്യത്തിലുണ്ട് എന്നുള്ളതാണ്. കാരണം SMA കുട്ടികൾക്കായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടി ഒന്ന് വിശദമായിട്ട് പറയാം. എങ്ങനെയാണ് അതിലേക്ക് എത്തിയത്? ഇപ്പം എന്തൊക്കെയാണ് ചെയ്യുന്നത്? 2020 ഞാൻ മൈൻഡ് എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ്റെ ഭാഗമാകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. മൊബിലിറ്റി ഡിസ്ട്രോഫി എന്നാണ് പേര്. നമ്മുടെ കേരളത്തിലുള്ള SMA ബാധിച്ച സ്പൈനൽ മസ്കുലർ അട്രോഫി ആൻഡ് മസ്കുലർ ഡിസ്ട്രോഫി 2 അസുഖങ്ങളാണ്. ജനറ്റിക് ആയിട്ടുള്ള അസുഖങ്ങളാണിത്. അപ്പോൾ അത് ബാധിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു NGO ആണ് മൈൻഡ്. സോ സ്റ്റാർട്ടിങ് തൊട്ടേ ഞാൻ വോളണ്ടിയറിങ് തുടങ്ങിയപ്പോൾ തൊട്ട് നമുക്ക് അവയർനെസ് ക്യാമ്പയിൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ ത്രൂ അല്ലെങ്കിൽ ഈ അസുഖത്തെ പറ്റി അറിയാത്ത കുറേ പേരുണ്ടാവും. ഇപ്പോഴും ഈ അസുഖത്തെ പറ്റി അറിയാത്ത ഒരുപാട് പേരുണ്ട്. അസുഖത്തെ പറ്റി അതേപോലെ അവർ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി അവർക്കിപ്പോൾ സ്കൂളിൽ പോകാൻ പറ്റാത്ത ഒരുപാട് കുട്ടികളുണ്ട്. കാരണം പല സിറ്റുവേഷൻസിലും ക്ലാസ്സൊക്കെ മേളിലായിരിക്കും, അല്ലെങ്കിൽ റാമ്പ് ഇല്ലാത്ത സ്ഥലങ്ങൾ, വീൽ ചെയർ ആക്സസ് ഇല്ലാത്ത സ്ഥലങ്ങൾ. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ എടുത്ത് നോക്കിയാൽ, നമ്മുടെ ജില്ലയിൽ തന്നെ എടുത്ത് നോക്കിയാൽ എത്ര വീൽ ചെയർ ഫ്രണ്ട്ലി ടോയ്ലറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര വീൽ ചെയർ ഫ്രണ്ട്ലി പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടെന്നുള്ളൊരു ചോദ്യം വളരെ റെലവെൻ്റ് ആണ്. സോ അങ്ങനെ അവയർനെസ് ക്യാമ്പയിൻസിൻ്റെ ഭാഗമാകാൻ പറ്റിയിട്ടുണ്ട്. അതേപോലെ ഒരിടം എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പ്രോജക്റ്റ് മനസ്സിലുണ്ട്. അതായത് ഇങ്ങനത്തെ അസുഖങ്ങളുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ജീവിക്കാനും അവർക്കൊരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു വീട് എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. അതിനുവേണ്ടി ക്രൗഡ് ഫണ്ടിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമുക്ക് പ്രേരണ എന്ന് പറഞ്ഞ പ്രോജക്റ്റ് ഉണ്ട്. അതായത് 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ, ഈ അസുഖം ബാധിച്ച കുട്ടികൾ, സ്കൂളിൽ പോകാത്ത കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഹിന്ദിയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇക്കൊല്ലം കൂടി അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റി. ആൻഡ് ആ കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കധികം പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികളാണ്. നമ്മളൊക്കെ എന്താ പറയുക, അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അത്രയും ഇൻട്രസ്റ്റോട് കൂടിയാണ് പഠിക്കുന്നത്. ആൻഡ് അവരെല്ലാവരും പാസ്സായി. ഇപ്പോൾ 10th റിസൾട്ട് വന്നപ്പോൾ അവരെല്ലാവരും പാസ്സായി. വളരെയധികം സന്തോഷം. ആൻഡ് മൈൻഡിന് വേണ്ടിയിട്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഈ ടൈറ്റിൽ ത്രൂ ചെയ്യാൻ പറ്റണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ, ശ്വേത, നമ്മളിങ്ങനെ ഒരു സാമൂഹ്യ പ്രവർത്തനം എന്ന് വെറുതെ പറഞ്ഞു പോകാതെ ഇപ്പോൾ പറഞ്ഞു കുട്ടികളെ പഠിപ്പിക്കുന്നു, SMA കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അപ്പോൾ ഒരുപാട് പേരുമായിട്ട് നമ്മൾ സംസാരിക്കേണ്ടി വരും, ഒരുപാട് പേരെ നമുക്ക് പരിചയപ്പെടാൻ കഴിയും. ഇതൊക്കെ വേദിയിൽ ഏതെങ്കിലും രീതിയിൽ സഹായിച്ചിട്ടുണ്ടോ ശ്വേതയെ? ഒന്നുകൂടി പറയാമോ? അത് ക്ലിയർ ആയില്ലായിരുന്നു. ശ്വേത, നമ്മൾ ഇങ്ങനെ ഈ സാമൂഹ്യ പ്രവർത്തനത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ SMA കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു, ഒപ്പം ട്യൂഷൻ, നേരത്തെ പറഞ്ഞു കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേരെ പരിചയപ്പെടാനും അവരുടെ അനുഭവങ്ങൾ കേൾക്കാനും എപ്പോഴും ആളുകളുമായി ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റുന്ന ഒരു അവസരമുണ്ടല്ലോ. അത് ഈ വേദിയിൽ, ഈ പജൻസിനൊക്കെ പോകുമ്പോൾ ആ വേദിയിൽ ഏതെങ്കിലും രീതിയിൽ ഗുണം ചെയ്യാറുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഡെഫിനറ്റ്ലി. കാരണം ഇപ്പോൾ ഇതിന് മുന്നത്തെ പാജൻറ്റ് ഞാൻ പോയപ്പോൾ അവിടെ എൻ്റെ അടുത്ത് ചോദിച്ച ക്വസ്റ്റ്യനും അതാണ്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പോൾ പോവേർട്ടി അല്ലെങ്കിൽ ഇലിറ്ററസി രണ്ടെണ്ണത്തിൽ എന്തെങ്കിലും ഒന്ന് തുടച്ചു നീക്കാൻ പറ്റുമെങ്കിൽ എന്ത് മാറ്റം എന്നാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഈ പറഞ്ഞ പോലെ ഈ SMA കാര്യവും ഒക്കെ പറയാൻ പറ്റും. കാരണം ഈ ഓർഗനൈസേഷനിൽ വരുന്ന ഒരുപാട് കുട്ടികൾ അവർ ഈ അസുഖം ബാധിച്ച കുട്ടികളാണ്. ആൻഡ് അസുഖം ബാധിച്ചതിലുപരി അവർക്ക് ഈ പറഞ്ഞ പോലെ മെഡിസിൻസ് ആക്സസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരുപാടധികം ബുദ്ധിമുട്ടുകൾ അവർ ഫേസ് ചെയ്യുന്നുണ്ട് ഇൻ ടേംസ് ഓഫ് മണി. അപ്പോൾ അതിനെപ്പറ്റി എനിക്ക് പറയാൻ പറ്റി എന്നുള്ളത് ആ ഒരു എക്സ്പീരിയൻസ് നിന്ന് വരുന്നതാണ്. ഇപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഇല്ലായിരുന്നെങ്കിൽ മേ ബി ആ ഒരു ആൻസറിൽ എനിക്കൊരു ബാക്കപ്പ് ചെയ്യാനൊരു പോയിന്റ് ഉണ്ടാവില്ലായിരുന്നു. സോ ഡെഫിനറ്റ്ലി ആ ഒരു പോയിന്റ് എനിക്ക് പറയാൻ പറ്റി. അത് മാത്രമല്ല, നമ്മൾ ഒരുപാടധികം ആൾക്കാരും അവരുടെ എക്സ്പീരിയൻസസ് കാണുമ്പോൾ നമ്മൾ ലൈഫിൽ എന്തൊരു ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം, അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മനസ്സിലാക്കിയതും ഈ ഒരു ഓർഗനൈസേഷൻ്റെ ഭാഗമാകാൻ പറ്റിയതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ മൈൻഡിലുള്ള ആൾക്കാരുടെ ആ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലോ, അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു മോട്ടിവേഷനാണ്. ഓക്കെ, ലൈഫിൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും, ലൈക്ക് ഒന്നും ഒരു ലിമിറ്റേഷൻ അല്ല ലൈഫിൽ എന്നുള്ളൊരു മോട്ടിവേഷൻ എനിക്ക് അവരിൽ നിന്നാണ് കിട്ടാറ്. ഓക്കെ ശ്വേത, ഇനിയുള്ള ചോദിക്കാനുള്ളത്, നമ്മുടെ ഒരു മത്സരം കഴിഞ്ഞു, ഇനി നമുക്ക് സമാധാനത്തോടെ ഇരിക്കാൻ കഴിയുന്നൊരു സമയമല്ല, അല്ലെങ്കിൽ റിലാക്സ് ചെയ്തിരിക്കുന്ന ഒരു സമയമല്ല. അടുത്ത മത്സരത്തിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ഉണ്ട്. എങ്ങനെയാണ്, എന്തൊക്കെയാണ് കരുതുന്നത്, എന്തൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അടുത്ത മത്സരത്തിനായി?
ഇപ്പം എന്തായാലും മിസ് ക്വീൻ ഓഫ് ഇന്ത്യ ജയിച്ചു. ഇനി മിസ് ഗ്ലാം വേൾഡ് എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ പാജന്റിൽ ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്യാനൊരു ചാൻസ് ആണ് എനിക്ക് വരാൻ പോകുന്നത്. സോ ഡെഫിനറ്റ് ആയിട്ട് അതിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ ഇനി സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പം ഈ ഒരു മീഡിയ വീക്കൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് ബിസി ആയിട്ട് ഇരിക്കുകയാണ്. എൻ്റെ ഹോൾ ടീം, അതായത് ഞാൻ മിസ് ക്വീൻ ഓഫ് ഇന്ത്യക്ക് പോയിട്ടുണ്ടായിരുന്ന ടീം ആൽബിൻ, അനീഷ്, ഇവരൊക്കെയാണ് എന്നെ സ്റ്റൈൽ ചെയ്യാനും മേക്കപ്പ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്തത്. സോ അവർ തന്നെയായിരിക്കും എൻ്റെ കൂടെ ഉണ്ടാവുക ഇന്റർനാഷണൽ. അപ്പോൾ നമ്മൾ നാഷണൽ കോസ്റ്റ്യൂം ഉണ്ടാവും, നമുക്ക് ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്തൊരു കോസ്റ്റ്യൂം വെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഐഡിയാസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതേപോലെ എങ്ങനെ നമുക്ക് ബെറ്റർ ആയിട്ട് ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും, ഇതുവരെ ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്യാത്ത രീതിയിൽ കേരളത്തിൻ്റെ ബ്യൂട്ടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോട്ട് പ്രോസസ് ഒക്കെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ ശ്വേത, ഈ ആദ്യം പറഞ്ഞു മുത്തശ്ശിയുടെ പേര് ആണ് ഞാൻ പെട്ടെന്ന് ഓർമ്മിക്കുന്നത്. അമ്മൂമ്മയുണ്ട് ഏറ്റവും കൂടുതൽ സപ്പോർട്ടിന് എന്ന് പറഞ്ഞു. വീട്ടിലെ ആരൊക്കെയാണുള്ളത്, വിശദമായിട്ട് അവരെക്കുറിച്ച് പറയൂ. കാരണം ഇങ്ങനെ ഒരാളെ ഇത്രയും മത്സരങ്ങളിലേക്ക് കൊണ്ട് നടക്കുക, അല്ലെങ്കിൽ അവർക്ക് മാനസികമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുക, ഒരു മത്സരത്തിൽ തോറ്റുപോകുമ്പോൾ പിന്മാറണ്ട എന്ന് പറഞ്ഞ് ഇനിയും അടുത്തതിന് നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ഊർജം കൊടുക്കുക, അത് അവർക്ക് ഒരു വലിയ അഭിനന്ദനം കൊടുക്കേണ്ട സമയമാണിത്. അവരെക്കുറിച്ച് പറയൂ വിശദമായി തന്നെ. വീട്ടിൽ ആരൊക്കെയാണുള്ളത്, എവിടെയാണ് സ്വദേശം, എവിടെയാണ് പഠിച്ചത്, എല്ലാം വിശദമായി ഒന്ന് പറയൂ. ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ കൊച്ചിയിലാണ്. തൃപ്പൂണിത്തുറ സൈഡിലായിട്ടാണ് വീട് വരുന്നത്. ഞാൻ ഗ്രാജുവേഷൻ വരെ കൊച്ചിയിലാണ് ഞാൻ പഠിച്ചത്. SH തേവരയിലാണ് പഠിച്ചത്. മാസ്റ്റേഴ്സ് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ബാംഗ്ലൂരിലാണ് ചെയ്തത് കെമിസ്ട്രിയിൽ. എനിക്ക് അച്ഛൻ, അമ്മ, ഒരു ചേച്ചി, അമ്മൂമ്മയാണുള്ളത്. അച്ഛൻ റിട്ടയർഡ് BPCL എംപ്ലോയി ആണ്, അമ്മ ഇൻകം ടാക്സ് എംപ്ലോയി ആണിപ്പോൾ. ചേച്ചി US പോസ്റ്റ് ഡോക്ക് ചെയ്യാണ്. ആൻഡ് അമ്മൂമ്മയാണ് എനിക്കോടെ ഏറ്റവും കൂടുതൽ ഞാൻ ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരാൾ. ആൻഡ് ഞാനും അമ്മൂമ്മ ഒരുമിച്ചാണ് മറ്റേ മിസ് യൂണിവേഴ്സിൻ്റെ ഫിനാലൊക്കെ കാണാറ്. അപ്പോൾ എന്നിൽ ത്രൂ ആണ് ആൾക്ക് ഇപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് മിസ് യൂണിവേഴ്സ് കാണാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ എൻ്റെ ഫാമിലി ഡെഫിനറ്റ്ലി, എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ, അത് ഏതൊരു കാര്യം നമ്മൾ ലൈഫിൽ ചെയ്യുകയാണെങ്കിലും ഫാമിലിയുടെ സപ്പോർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അവരെൻ്റെ ഓരോ സ്റ്റെപ്പിൽ എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. ഇതിനെപ്പറ്റി ഒന്നും അറിയില്ലെങ്കിൽ പോലും കോൺസ്റ്റൻ്റ്ലി, ഇതിപ്പോൾ ഔട്ട്ഫിറ്റ് സോഴ്സ് ചെയ്യാനാണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ക്രൗഡ് ഫണ്ടിങ്ങിന് സെൻഡ് ചെയ്ത് കൊടുക്കാനാണെങ്കിലും, അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കാനാണെങ്കിലും ഒക്കെ കോൺസ്റ്റൻ്റ്ലി എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അവരാണ്. ആൻഡ് ഐ എം വെരി വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദ സപ്പോർട്ട്. ഓക്കെ ശ്വേത, എന്തായാലും ശ്വേത ജയറാം എന്നുള്ള ഈ പേര് ഒരുപാട് വേദികളിൽ ഇങ്ങനെ മുഴങ്ങിക്കേൾക്കട്ടെ. ഒരുപാട് ടൈറ്റിലുകൾ ഇനിയും ശ്വേതയ്ക്ക് ലഭിക്കട്ടെ. എല്ലാ വിധ ആശംസകൾ നേരുകയാണ്. എല്ലാ മേഖലകളിലും, പ്രവർത്തിക്കുന്ന എല്ലാ മേഖലകളിലും തിളങ്ങാൻ കഴിയട്ടെ. ഞങ്ങൾക്ക് അതിഥിയായി എത്തിയതിന് വളരെയധികം നന്ദി. താങ്ക് യു സോ മച്ച് ഫോർ ഹാവിങ് മീ. ന്യൂസ് 3 ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം. നമസ്കാരം.